വീട്ടിലുണ്ടായിരുന്ന പഴം പഴുത്തുപോയി. അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. പഴം സോറി ഗൈസ്, മാറിപ്പോയി. പഴം പൊളിച്ച് ജാറിലേക്ക് കഷ്ണമായി ഇടുകയാണ്. ഇനി പഴം മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഐസായിട്ടിരിക്കുന്ന പാല് നമുക്കൊന്ന് ചതച്ചു കൊടുക്കാം. നമുക്കിനി പഴവും അണ്ടിപ്പരിപ്പും ഇട്ട് വെച്ചിരുന്ന ജാറിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. തുറക്കട്ടെ. നമ്മൾ അണ്ടിപ്പരിപ്പും പഴവും ഇട്ടിരുന്ന ഇത് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷമാണ് പാലൊഴിക്കുന്നത്. അപ്പം നമ്മുടെ ഐസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം. നമ്മളിപ്പോൾ അടപ്പടച്ചു. ഇനി നമുക്ക് ഇത് അരയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇത് കണ്ടില്ലേ, നമ്മുടെ ജാറിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ പുക പോകുന്നു. ഐസ് മെൽറ്റ് ആവുന്നതാണ്, പുകയല്ല. അയ്യോ, മധുരം ഇട്ടില്ല. 3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ട് നല്ലപോലെ അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കുറുകിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇനി നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 1 കവർ ബൂസ്റ്റാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബൂസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് പകർത്താം. നമുക്കിനി ഇത് ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഒരു ഘട്ടവും കൂടിയുണ്ട്. നമ്മുടെ ഐസ്ക്രീം തന്നെയാണ്. ചേച്ചി പാത്രം വടിക്കുന്നത് കണ്ടോ ഗൈസ്? അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീമാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.